അന്ധകാര ശക്തികൾ ഏതു സാഹചര്യത്തിലും സജീവമാണ്. എന്നാൽ വീടിനുള്ളിലോ നാം താമസിക്കുന്ന മുറികളിലോ ഒക്കെയാണ് ഇവ നമുക്ക് കൂടുതലായി അസ്വസ്ഥത സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന വഴി ഇവയെ നിർവീര്യമാക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ള ഏക മാർഗം. ഇതിനായി ഇനി പറയുന്ന പ്രാർത്ഥന സഹായിക്കുന്നതാണ്. ഇങ്ങനെ നമ്മുടെ വീടുകളിലും വീടിനുള്ളിലെ മുറികളിലുമുള്ള പൈശാചിക ശക്തികളെ നിർവീര്യമാക്കാനുള്ളതാണ് ഇന്നത്തെ പ്രാർത്ഥന. നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. കർത്താവായ ഈശോയേ, ഞാൻ താമസിക്കുന്ന ഈ വീട്, മുറി അങ്ങ് സന്ദർശിക്കുകയും ഇവിടെ സന്നിഹിതമായിരിക്കുന്ന അന്ധകാര ശക്തികളെ അങ്ങ് പുറത്താക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ യാചിക്കുന്നു. അങ്ങയുടെ മാലാഖഗണങ്ങളെ ഇവിടേക്ക് അയക്കുകയും സമാധാനം പരത്തുകയും ചെയ്യണമേ. അങ്ങേ അനുഗ്രഹം ഇപ്പോഴും എപ്പോഴും എനിക്കുണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോ മിശിഹ വഴി ഈ പ്രാർത്ഥന അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. സർവശക്തനായ ദൈവമേ, അങ്ങേ മാലാഖമാരെ ഇവിടേക്കയച്ച് എന്നെ എല്ലാവിധ തിന്മകളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. ഈ മുറിയിലുള്ള തിന്മയുടെ എല്ലാ സാന്നിധ്യങ്ങളെയും അങ്ങ് നിർവീര്യമാക്കണമേ. ഈ രാത്രിയിലും തുടർന്നുള്ള മണിക്കൂറുകളിലും അന്ധകാര ശക്തികൾ എന്നെയും എനിക്ക് പ്രിയപ്പെട്ടവരെയും ആക്രമിക്കാതിരിക്കട്ടെ. സുഖകരമായ ഉറക്കം നൽകി രാത്രികൾ എന്നെ സമാധാനത്തിൽ വിട്ടയക്കണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ഈ കുടുംബത്തെയും ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് കുരിശിൽ ചിന്തിയ തിരുരക്തത്താലും കുരിശിൽ അങ്ങ് നേടിയ മഹത്വത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും, ദുരാത്മാക്കളിൽ നിന്നും, ദുഷ്ടപിശാചുക്കളിൽ നിന്നും, അവയുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദുർമന്ത്രവാദികളിലൂടെയും അവരുടെ പൈശാചിക ശക്തികളിലൂടെയും ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെയും ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ തടസ്സങ്ങളെയും ചതിപ്രയോഗങ്ങളെയും തടസ്സപ്പെടുത്തലുകളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായി അകറ്റണമേ. അവ ഏതെങ്കിലും നിമിത്തം ഈ കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ള സകല തിന്മകളും, മാറാരോഗങ്ങളും, കലഹങ്ങളും, തഴക്കദോഷങ്ങളും, സാമ്പത്തിക കടബാധ്യതകളും, മദ്യപാനം, പുകവലി, വ്യഭിചാരം,
അശുദ്ധി, അടിമപ്പെട്ടു പോയ ദുശീലങ്ങൾ, മറ്റു പൈശാചിക ബന്ധനങ്ങൾ തുടങ്ങിയവ പൂർണ്ണമായി മാറ്റിത്തരണമേ എന്ന് യേശുക്രിസ്തുവിന്റെ ശക്തിയുള്ള നാമത്തിൽ അവിടുത്തെ തിരുശരീര രക്തങ്ങളുടെ യോഗ്യതയാൽ ഞങ്ങൾ ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, അങ്ങയുടെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ അങ്ങയുടെ നാമം ഞങ്ങളിലൂടെ മഹത്വപ്പെടുത്തുന്നതിനായി ഞങ്ങളിലുള്ള സകല പൈശാചിക പ്രവണതകളിൽ നിന്നും ഞങ്ങൾക്ക് പൂർണ്ണമായി മോചനം തരണമേ. ത്രിയേക ദൈവത്തിന്റെ സർവശക്തിയും അധികാരവും ഉപയോഗിച്ച് നരകസർപ്പത്തിന്റെ തല തകർത്ത പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ മിഖായേൽ മാലാഖയുടെയും വിശുദ്ധ ഗീവർഗീസിന്റെയും ദുഷ്ടപിശാചിനെയും അവന്റെ ശക്തികളെയും കീഴ്പ്പെടുത്തിയ വിശുദ്ധ ബെനഡിക്ട് പിതാവിന്റെയും മാധ്യസ്ഥം വഴിയായി യേശുക്രിസ്തുവിന്റെ ശക്തിയുള്ള നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ കാര്യങ്ങൾ ഈ നിമിഷത്തിൽ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക. അങ്ങയുടെ ഹിതമെങ്കിൽ സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായേ, അങ്ങയുടെ സാന്നിധ്യമുള്ള ഭാവനകളിലെല്ലാം വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വെളിച്ചമുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്റെ കർത്താവേ, ഞങ്ങളുടെ കുടുംബം മുഴുവൻ ഈ പ്രാർത്ഥനയിലൂടെ എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും അകന്ന് എന്നും എപ്പോഴും പ്രകാശപൂരിതമായി തീരുവാൻ ഇടയാക്കണമേ. സകലത്തിന്റെയും നാഥ, എന്നേക്കും ആമേൻ. കർത്താവേ, കനിയണമേ. മിശിഹായേ, കനിയണമേ. കർത്താവേ, കനിയണമേ. മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പിതാവിനോടും പുത്രനോടും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഭൂമുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ
വിശുദ്ധീകരിക്കണമേ. പന്തക്കുസ്ത ദിവസം ശ്ലീഹാന്മാരുടെ മേൽ ആവസിച്ച് അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. യേശുവിന്റെ സാക്ഷികളാകാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരുവചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സഭയിൽ നിരന്തരം വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, വിശുദ്ധീകരിക്കണമേ. പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ ശക്തി തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് പാപബോധം തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് നീതിബോധം തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ന്യായവിധിയെക്കുറിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ ആനയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് സമൃദ്ധമായി ജീവൻ തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ബോധജ്ഞാനത്തിന്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ബുദ്ധിയുടെ ദിവ്യപ്രകാശമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിവേകത്തിന്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആത്മശക്തിയുടെ കതിരുകളേകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അറിവിന്റെ പ്രകാശമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഭക്തിയുടെ ചൈതന്യമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവഭയത്തിന്റെ പ്രദീപമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശ്വാസത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രത്യാശയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സ്നേഹത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സന്തോഷത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സമാധാനത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. എളിമയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സൗമ്യതയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ക്ഷമയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആത്മസംയമനത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നന്മയുടെ ആത്മാവേ, ഞങ്ങളെ
വിശുദ്ധീകരിക്കണമേ. ദയയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഐക്യത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധിയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശ്വസ്തതയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവമക്കളുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരുസഭയുടെ സംരക്ഷകനെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവകൃപയുടെ ഉറവിടമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വേദനകളിൽ ആശ്വാസമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിത്യമായ പ്രകാശമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ജീവന്റെ ഉറവയെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആത്മാവിന്റെ അഭിഷേകമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സന്തോഷമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രവാചകന്മാരുടെ പ്രചോദനമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അപ്പൊസ്തലന്മാരുടെ അധ്യാപകനെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. രക്തസാക്ഷികളുടെ ശക്തി കേന്ദ്രമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സകല വിശുദ്ധരുടെയും ആനന്ദമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കരുണാമയനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കനിയണമേ. കരുണാമയനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണാമയനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിനോടും പുത്രനോടും സമനായ ദൈവവും സകലത്തെയും പവിത്രീകരിക്കുന്ന ആശ്വാസദായകനുമായ പരിശുദ്ധാത്മാവേ, അങ്ങേ ദാസരായ ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങ് നിറയ്ക്കണമേ. അങ്ങ് ഉന്നതനായ ദൈവത്തിന്റെ ദാനവും ജീവനുള്ള ഉറവയും അഗ്നിയും സ്നേഹവും ആത്മീയാഭിഷേകവുമാകുന്നു. അങ്ങ് പിതാവിന്റെ വാഗ്ദാനവും 7 വിധദാനങ്ങളോടും കൂടിയവനുമാകുന്നു. അങ്ങേ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ സമ്പന്നരാക്കണമേ. വിചാരങ്ങളിൽ നൈർമല്യവും സംസാരത്തിൽ വിനയവും പ്രവൃത്തികളിൽ വിവേകവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ക്ലേശങ്ങളിൽ സ്ഥൈര്യവും സംശയങ്ങൾ അകറ്റാൻ വിശ്വാസവും ജീവിത നൈരാശ്യങ്ങളിൽ പ്രത്യാശയും മറ്റുള്ളവരിൽ അങ്ങയെ ദർശിക്കാൻ സ്നേഹവും ഞങ്ങൾക്ക് നൽകണമേ. സർവശക്തനായ ദൈവത്തോടും ഏകജാതനായ പുത്രനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങേക്ക് സ്തുതിയും മഹത്വവും കൃതജ്ഞതയും എന്നെന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.